സമയം രാത്രി 12 മണി. ഉറങ്ങിക്കിടന്ന സൂരജിനെ വിളിച്ചുണർത്തി കൊണ്ടുവന്നേ. ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്. ഇവിടെ സാധാരണ രാത്രി 12 മണിക്കാണ് ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുക്കാറ് പതിവ്. ഞാനും ചേട്ടനും കൂടെ പോയിട്ട് 2 കേക്ക് വാങ്ങിച്ച് ഒളിച്ചു കൊണ്ടുവച്ചിരുന്നു. ഒന്ന് പാതിരാത്രി കട്ട് ചെയ്തേ. പാവം മീനാക്ഷി കിടപ്പിലായിപ്പോയി. കിടപ്പിലല്ല, നാലും തല നിവർത്തിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി അവൾ. ഈ 12 മണിക്കാണ് ഇവിടെ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നത്. പിറ്റേ ദിവസം നേരം വെളുത്ത് പകൽ കൊടുക്കുന്ന ഒരു പരിപാടിയില്ല. എപ്പോഴും രാത്രിയാണ് ഗിഫ്റ്റ് സർപ്രൈസ് ആക്കുന്ന. ചേട്ടൻ പിന്നെ കേക്ക്, ഐസ്ക്രീം, സ്വീറ്റ്സിൻ്റെയൊക്കെ ആളാണ്. മീനാക്ഷിയെ പിടിച്ചുകൊണ്ട് ചെയറിലിരുത്തിയിട്ടുണ്ട്. അവളുടെ പേർക്കുള്ള ഗിഫ്റ്റെല്ലാം ഞാനാണ് എടുത്തുകൊണ്ട് അവളെ കൊടുത്തത്. അതെല്ലാം അവളിങ്ങനെ സൂരജിന് ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. എല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അവൾക്ക് ആക്സിഡൻ്റ് ആവുന്നതിന് മുന്നേ തന്നെ അവന് വേണ്ട ഗിഫ്റ്റെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മീനാക്ഷിയുടെ വക സൂരജിന് ഗിഫ്റ്റ് നമ്പർ 1 ഹെൽമെറ്റാണേ. ഗിഫ്റ്റ് നമ്പർ 2 എന്താണെന്ന് കാണിച്ചു തരാമേ. ഒരു വാച്ച്. അർമാനി എക്സ്ചേഞ്ച് അത്രേ. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്ന ഈ പേര്. സംഭവമൊക്കെ കൊള്ളാം, നല്ല അടിപൊളിയാണ്. ഗിഫ്റ്റ് നമ്പർ 3 നിങ്ങൾ കാണേണ്ട കാഴ്ചയാണ്. കണ്ട, അവൻ കുഞ്ഞിലെ മുതൽ കാറിൻ്റെ ആരാധകനാണ്. മീനാക്ഷിയാണ് അവന് ഈ ആക്രി വേസ്റ്റ് മുഴുക്കെ വാങ്ങി കൊടുക്കണേ. അടുത്തത് കാത്തൂൻ്റെ വക ഗിഫ്റ്റാണേ. എന്തൊക്കെയാണെന്ന് നോക്കാം. ജീൻസ്, ഷൂസ് അവൻ എത്ര കിട്ടിയാലും തികയൂല. പിന്നെ ഷർട്ട്. ഗിഫ്റ്റ് എല്ലാം കൊടുത്തതിന് ശേഷം എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിയേ. രാവിലെ എണീറ്റ് ബാക്കി കാര്യങ്ങളെല്ലാം പതിവ് പോലെ, വേറെ ഒരു പ്രത്യേകതയില്ലായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കി. അത്രയേ ഉള്ളൂ സ്പെഷ്യൽ. അതും റെഡി മിക്സ് വെച്ചിട്ടാണ് സേമിയ പായസം ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് മീനാക്ഷിയുടെ പഴം വരട്ടിയതും കൂടെ ഉണ്ടാക്കി. മീനാക്ഷിക്ക് തലയടിച്ച് വീണതിന് ശേഷം അവൾക്ക് ആകപ്പാടെ മനം പുരട്ടലാണ്. പിന്നെ കഴിക്കുന്നത് ഒന്നെങ്കിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് മാത്രമാണ്. മറ്റേ കേക്ക് വൈകുന്നേരം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. കേക്കൊന്നും ഇവിടെ ആരും കഴിക്കൂല. എന്നാലും ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതാണല്ലോ അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അങ്ങനെ സൂരജും കാത്തും കൂടെ അമ്പലത്തിൽ പോയിട്ട് വന്ന് കേക്ക് കട്ട് ചെയ്തു. വൈകുന്നേരം കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കോവളം കൂടെ ഉണ്ടായിരുന്നേ. അവൻ കോളേജിൽ എന്തോ പോയിട്ട് വന്നതാണെന്ന് തോന്നണം. അവനെന്തോ സെമിനാറെന്നോ എന്തൊക്കെയോ പറയുന്ന കണ്ട്. അപ്പം ഇന്നത്തെ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരുത്തൻ കൊടുങ്കാറ്റ് പോലെ ദാ വന്നു ദേ പോയി. അപ്പം ഗുഡ് നൈറ്റ്.